സോമൻജി പറഞ്ഞ പോലെ ബീഹാറിന് ഒരു വ്യക്തമായൊരു സന്ദേശം രാജ്യത്തിന്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന്. എന്താണ് ആ സന്ദേശം? ബീഹാറിന്റെ ജനങ്ങള് തീരുമാനിച്ചു, വികസനം മതി, അഴിമതി വേണ്ട, അഴിമതി മതിയായി, ജംഗൽ രാജ് വേണ്ട, ജംഗൽ രാജ് മതിയായി, നുണ പറയുന്ന രാഷ്ട്രീയം വേണ്ട, മതിയായി. ഈ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. വികസനത്തിന്റെ ഒരു ജയമാണ്. നരേന്ദ്രമോദിജി നിതീഷ്ജിന്റെ ഒരു വികസന രാഷ്ട്രീയത്തിന്റെ ഒരു ജയമാണ്. പക്ഷെ അതിന്റെ ഒപ്പം ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തേജസ്വി യാദവും അവരെല്ലാം ഒരു പരാജയമാണ്. അവരുടെ ആ രാഷ്ട്രീയം ബീഹാർ ജനങ്ങൾ തോൽപ്പിച്ചു. ഇതാണ് അവിടുത്തെ സന്ദേശം. അത് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 3 ആഴ്ചയിൽ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അനന്തപുരിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും അത്. എത്രയോ കാലം ഭരിച്ച CPM, അതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ്, ഇന്നും അവര് വോട്ട് ചോദിച്ച് നടക്കുന്നു. പക്ഷെ ജനങ്ങൾ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു, മാറ്റം ഇനി വേണം, മാറാത്തത് ഇനി മാറണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. BJP മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് വികസിത അനന്തപുരി. അനന്തപുരിയിൽ മാറ്റം കൊണ്ടുവന്ന് ഒരു വികസനം കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറയുന്നു. ഈ വികസനം എന്താണ് എന്ന് ചോദിച്ചാൽ, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ഒരു റീൽ ഉണ്ടാക്കുന്ന വികസനമല്ല, PR ചെയ്യുന്ന വികസനമല്ല, അഴിമതി രഹിത ഭരണം. അതാണ് വികസിത കേരളം. കുട്ടികൾക്കും കുടുംബത്തിനും ഒരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കുന്ന ഒരു ഭരണം. അതാണ് വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട്. 10 കൊല്ലം മുമ്പേ CPM ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രിയും എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു പാർട്ടിയാ. കഴിഞ്ഞ 10 കൊല്ലം അനന്തപുരിയിൽ എന്ത് നടന്നു? ഇതിനെ കുറിച്ചൊരു ചർച്ച ചെയ്യണ്ടേ? ഇന്നും സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 5.5 ലക്ഷം വീടിൽ കുടിവെള്ളമില്ല. പിന്നെ എന്ത് ശരിയായി? ശരിയായില്ലല്ലോ. ഇന്നും അനന്തപുരിയിൽ 80,000 കുടുംബങ്ങൾക്ക് വീടില്ല. പിന്നെ എന്താണ് ശരിയായത്? ഇന്നും 204 കോളനികളുണ്ട്, കുടിവെള്ളമില്ല, സാനിറ്റേഷൻ ഇല്ല, വീടുണ്ടെങ്കിൽ റൂഫില്ല. എന്നിട്ടാണ് അതിദാരിദ്ര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്ന PR ചെയ്യുന്ന മുഖ്യമന്ത്രിയും സർക്കാർ. ശരിയായില്ല. 60% സ്ട്രീറ്റ് ലൈറ്റ്, 10%, 5%, 3%, 60% സ്ട്രീറ്റ് ലൈറ്റ് നടക്കുന്നില്ല. പിന്നെ എന്താണ് ശരിയായത്?
30 മേജർ റോഡ്, കോർപ്പറേഷന്റെ മേജർ റോഡ് തകർന്നു കിടക്കുന്നു. പിന്നെ എന്ത് ശരിയാക്കി? 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താണ്? 3ാം തവണ തുടരണം എന്ന് CPM പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ തീരുമാനിച്ചു, ബീഹാറിൽ ജനങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ അനന്തപുരിന്റെ ജനങ്ങൾ തീരുമാനിച്ചു. അവരുടെ ഒരു അവകാശമാണ് വികസനം. അവർക്കും വേണം ഒരു നല്ല നഗരം, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന അങ്ങനെ ഒരു ഭരണം അവർക്ക് ആവശ്യമാണ്, അവരുടെ ആവശ്യമാണത്. അപ്പൊ മാറ്റം ഇനി വരാൻ പോകുന്നു, അതിലൊരു സംശയമില്ല. വികസനം BJP കൊണ്ടുവരും, അതിലൊരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഞാൻ 2-3 കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഇതുവരെ BJP 10 കൊല്ലമായിട്ട് പ്രതിപക്ഷ പാർട്ടി ആയിട്ട് ആ ഉത്തരവാദിത്വം കൃത്യമായി നന്നായി ചെയ്തിട്ടുണ്ട്. CPM ഭരിക്കുന്ന കോർപ്പറേഷന്റെ അഴിമതിയും അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും എല്ലാം കൃത്യമായി എക്സ്പോസ് ചെയ്തു. ഇനി BJP NDA ചോദിക്കുന്നത് ഒരു അവസരം തരാൻ, ഞങ്ങൾക്കൊരു അവസരം തരൂ ഭരിക്കാൻ. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ. ഞങ്ങൾ ആത്മാർത്ഥമായ 365 ദിവസം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഒരു അവസരം തരൂ, ഞങ്ങളുടെ ഈ വാർഡിന്റെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കൂ എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ് ഭരിക്കാൻ തുടങ്ങിയ 45 ദിവസം, ആദ്യത്തെ 45 ദിവസത്തിൽ ഞങ്ങൾ 5 കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊരു വികസന രേഖ, ഒരു വികസന പ്ലാൻ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. 45 ദിവസത്തിൽ എല്ലാ കൊല്ലം 5 കൊല്ലം ഭരിക്കുമ്പോൾ എല്ലാ കൊല്ലം കഴിഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്താണ് വാഗ്ദാനം കൊടുത്തത്, എന്ത് ചെയ്തു കാണിച്ചു, എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യും. ബഡ്ജറ്റിന്റെ ഓരോരോ രൂപ, ഓരോരോ പൈസ, അതിന്റെ കണക്ക് ജനങ്ങൾ മുമ്പിൽ വെക്കും. ഞാൻ ഉറപ്പു തരുന്നു, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ അഴിമതി രഹിത ഭരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ച് കാണിച്ചു തരും. ഞാൻ ഒരു ഉറപ്പും കൂടി തരുന്നു, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും നല്ല നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഇൻഡോർ ആണെന്ന്. ഞങ്ങൾക്ക് 5 കൊല്ലം ഒരു അവസരം തന്നാൽ ആ ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരം തിരുവനന്തപുരം നഗരമാവും, അനന്തപുരി ആവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അവസാനം ഇത് മാത്രം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എത്രയോ തവണ CPM-നും കോൺഗ്രസിനും ജനങ്ങള് വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തു. അവര് വഞ്ചിച്ചു, ചതിച്ചു, ഒന്നും ചെയ്തില്ല. ഒരു വാഗ്ദാനം, ഒരൊറ്റ വാഗ്ദാനം പറഞ്ഞത് ഒരു വാക്ക് പാലിച്ചില്ല. അപ്പൊ ഞങ്ങൾക്കൊരു അവസരം തരൂ. ഒരു അവസരം തന്നാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം ഞങ്ങൾ അനന്തപുരിയിലും കൊണ്ടുവരും, അത് കഴിഞ്ഞിട്ട് മൊത്തം സംസ്ഥാനം കേരളത്തിലും കൊണ്ടുവരും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.